ഗുഡ് മോർണിംഗ്. പിന്നെ കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെമ്മീൻ കൊണ്ട് ഒരു തീയൽ വെക്കാന്ന് വിചാരിച്ചു. അപ്പോൾ 2 ദിവസം മുന്നേ പൊന്നാനിയിൽ നല്ല ചാകര ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല ലാഭത്തിൽ കിട്ടി ചെമ്മീൻ. നല്ല ഫ്രഷ് ചെമ്മീനാട്ടോ. അപ്പോൾ ഇത് ഞാൻ കുറച്ച് മഞ്ഞളും ഉപ്പും ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ഇതിലേക്ക് വേണ്ടത് എന്താ വെച്ചാല് നമ്മൾ തീയൽ വെക്കുന്ന മാതിരി തന്നെ ചെറിയ ഉള്ളി, ഒരു കപ്പ് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ്. പിന്നെ കൊടുത്തിട്ടുണ്ട് ഒരു തണ്ട് കരിവേപ്പിൻ്റെ ഇലയും വേണം. പിന്നെ വേണ്ടത് നമുക്ക് നാളികേരം. അപ്പൊ ഇതാദ്യം ഞാൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഒരു അരമുറി നാളികേരം ഇതൊന്ന് നന്നായി ചുവക്ക വറുക്കണം കേട്ടോ. അപ്പൊ ഇതാദ്യം വറുക്കട്ടെ. ഇത് അരച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കറി ഉണ്ടാക്കാം. അപ്പൊ ഇതാദ്യം വറുക്കാൻ പോവാണ് കേട്ടോ. നല്ല ചുവക്ക വറുക്കണം. അപ്പൊ കുറച്ചു നേരം പിടിക്കും ഇതൊന്ന് വറുത്ത് വരാൻ. നല്ലോണം വറക്കണം. തീയല് മാതിരി നല്ല ബ്രൗൺ കളറാവണം. നമ്മള് നാളികേരം വറുത്ത് വെക്കില്ലേ, അതേമാതിരി നന്നായി. നല്ലൊരു മഴയും കാറ്റൊക്കെ കഴിഞ്ഞു കേട്ടോ ഇവിടെ. പക്ഷെ ചൂടിനൊരു കുറവില്ല. എന്താ അറിയില്ല ഇപ്രാവശ്യം നല്ല ചൂടാ. മൂടിക്കെട്ടിയ അന്തരീക്ഷം. ഇന്നലെ കുറച്ച് വെയിലുണ്ടായിരുന്നു. ഇപ്പൊ തേങ്ങ നന്നായിട്ട് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ഇടണം. അപ്പൊ അതിലേക്ക് ഞാന് മുളക് പൊടി, ഇത് നമ്മുടെ നാടൻ മുളക് പൊടി കേട്ടോ, ഒരു 1.5 സ്പൂൺ ഇടുന്നുണ്ട്. പിന്നെ ഞാന് കുറച്ച് കാശ്മീരി മുളക്, ഇത് നല്ല എരിവാണ്. അപ്പൊ കുറച്ച് കാശ്മീരി മുളക്, 1 സ്പൂണ് കാശ്മീരി മുളകും. അപ്പൊ 1 സ്പൂണ് സാദാ മുളകും 1 സ്പൂണ് കാശ്മീരി മുളകും ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഉലുവയ്ക്ക് ഒരു 1/4 സ്പൂൺ ഇട്ടാൽ മതി കേട്ടോ, അധികം ഇട്ടാൽ ചുവയ്ക്കും. കുറച്ച് ജീരകപ്പൊടി ഒരു 1/4 സ്പൂണ് ജീരകപ്പൊടി ഇട്ടാൽ മതി. എല്ലാ പൊടികളും വേണം. പൊടികൾ തിരിച്ചും മറിച്ചും ഇതന്നെ. പിന്നെ 1 സ്പൂണ് കുരുമുളക് പൊടി. ഇതെല്ലാം ഒന്നും കൂടി ചൂടാക്കിയിട്ട് ഓഫ് ചെയ്യണേ. ഞാൻ ഇതിൽ കിടന്നിട്ട് തന്നെ ചൂടായിക്കോളും. അപ്പൊ കുറെ ആൾക്കാർ ചോദിച്ചിരുന്നു എൻ്റെ അടുത്ത് ഈ ചീനച്ചട്ടി എവിടുന്നാന്ന്. ഈ ചീനച്ചട്ടി നമ്മുടെ അവിടെ കൊണ്ടുവന്നിട്ട് മേടിച്ചത് കേട്ടോ. അതെ, ഈ ചീനച്ചട്ടി നല്ല ചീനച്ചട്ടിയാണ്. നമുക്ക് മയങ്ങി കഴിഞ്ഞാല് ഇത് ശരിക്കും ഇരുമ്പാണ്. മറ്റേത് കാസ്റ്റ് ചെയിൻ അല്ലേ, അത് നമ്മൾ ചൂടാക്കണം. ഭയങ്കര വെയിറ്റ്. ഇത് അത്ര വെയിറ്റ് ഒന്നും ഇല്ല. ഇതിന്റെ എല്ലാ പ്രോഡക്റ്റും ഒരു കൊണ്ടുവന്നിരുന്നു. എന്താ പറയാ, അപ്പക്കല്ല്, പിന്നെ ദോശക്കല്ല്, അങ്ങനത്തെ ഒക്കെ കേട്ടോ. അത് കുറേ ഞാൻ മേടിച്ചിട്ട്. അപ്പൊ ഇത് നല്ല സാധനമാണ്. ഇത് മാർക്കറ്റ് കിട്ടുമെന്ന് എനിക്കറിയില്ല. ഇത് ഇവിടെ അവരുണ്ടാക്കണവർ കൊണ്ടുവന്നതായിരുന്നു. അപ്പൊ ഇതൊന്ന് ചൂടാറട്ടെ കേട്ടോ. അപ്പോഴേക്കും നമുക്ക് അടുപ്പത്ത് ചീനച്ചട്ടി വെക്കാം. ചീനച്ചട്ടി അല്ല, മൺചട്ടി. ചട്ടിയില് വെളിച്ചെണ്ണയാണ് കേട്ടോ പാരുന്നത്. കുറച്ച് വെളിച്ചെണ്ണ, ഈ ഉള്ളി വഴറ്റാനുള്ള വെളിച്ചെണ്ണ വേണം. ഒരു 3 സ്പൂണ് വെളിച്ചെണ്ണ പാർന്നിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായാൽ നമുക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിക്കണം. ചൂടായിട്ടോ, ഞാൻ കുറച്ച് കടുകിട്ട് പൊട്ടിക്കുന്നുണ്ട്. കടുക് പൊട്ടി ഇതിലേക്ക് ഞാൻ ഈ ചെറിയ ഉള്ളി, പച്ചമുളക് ഒന്ന് ചെറുതായി നുറുക്കിയിട്ടുണ്ട്. പിന്നെ കരിവേപ്പിൻ്റെ ഇല, ഇതെല്ലാം ഇട്ടിട്ടൊന്ന് വെച്ചിട്ടുണ്ട്. ഇതിന്റെ കൂടെ നമുക്ക് ചെമ്മീനും ഇടാം കേട്ടോ. ചെമ്മീനും കൂടി ഇടുന്നുണ്ട്. ഇതൊന്ന് നന്നായി വഴന്നേ. കുറച്ച് ഒരു 5 മിനിറ്റ് നന്നായി വഴറ്റണം. ഇത് വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് അരപ്പ് അരക്കട്ടോ.
അരപ്പിൽ അധികം വെള്ളം പാടില്ല കേട്ടോ, വളരെ കട്ടിയായിട്ട് നന്നായി അരച്ചെടുക്കണം. അരപ്പ് നന്നായി അരഞ്ഞ് തീരെ വെള്ളമില്ല കേട്ടോ, തീരെ വെള്ളമില്ലാതെ അരയ്ക്കണം. ഇതൊന്ന് നന്നായി വാടിയിട്ടുണ്ട്. ഇനി ഉണ്ടോ ഉള്ളിയൊക്കെ നന്നായി ഇതായി, ഉള്ളിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി. ഇനി ഈ അരപ്പ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പുളി പിഴിഞ്ഞ് പാരുന്നുണ്ട് കേട്ടോ. ഒരു ചെറിയ നെല്ലിക്കയുടെ അത്ര വലുപ്പമുള്ള പുളി ഞാൻ ഓൾറെഡി ഇതിൽ കലക്കി വെച്ചിട്ടുണ്ട്, അതും കൂടി ഇതിൽ പാരുന്നുണ്ട്. ഇനി ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കൂടി ഇതിൽ പാരുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ മിക്സി കഴുകി പാരുകയാണ് ഇതിൽ. അതും കൂടി പാർന്ന് കഴിഞ്ഞ് ഇത് നന്നായി തിളക്കട്ടെ. കുറച്ച് ഉപ്പിട്ടിട്ടില്ല കേട്ടോ, ഉപ്പിടുന്നുണ്ട്. ഇതിൽ ഞാൻ എന്താണ് ചെമ്മീനിൽ കുറച്ച് ഉപ്പ് ഇട്ട് വെച്ചിരുന്നു, അപ്പൊ ഞാൻ കുറച്ച് ഉപ്പ് ഇടുന്നുള്ളൂ കേട്ടോ. ഇനി ഒന്ന് നന്നായി തിളച്ച് ഈ എണ്ണ തെളിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് വാങ്ങി വെക്കാം. ഒന്ന് തിളക്കട്ടെ. ഇതിപ്പോ കറക്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്നും കൂടി തിളയ്ക്കണം. ഇപ്പൊ ചെമ്മീൻ തീയൽ റെഡി കേട്ടോ. ഇനി ഓഫ് ചെയ്യാൻ പോവാണ്. ഇതുണ്ടോ കറക്റ്റ്. ഇനി ഒന്ന് ഇരുന്ന് ഒന്നും കൂടി ഡ്രൈ ആവും. അപ്പൊ ഓഫ് ചെയ്യാണ്. ഓ ഇത് 2-3 ദിവസം കേടുകൂടാതിരിക്കും. ഫ്രിഡ്ജില് വെക്കും. ഉണ്ടാവില്ല. അതെ, അല്ല നമ്മളിപ്പോ എല്ലാം ഫ്രിഡ്ജില്, ഇപ്പൊ പണ്ടൊക്കെ കാലം ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ലല്ലോ ഉപയോഗിക്കുക. ഇപ്പൊ ഇത് ഓഫ് ചെയ്യാണ്. നല്ല എണ്ണയൊക്കെ തെളിഞ്ഞു. ഇനി ഓഫ് ചെയ്യാണ് കേട്ടോ. പിന്നെ ഓഫ് ചെയ്തൊന്ന് അടച്ചു വെച്ചാൽ കറക്റ്റ് ആവും. ഇനി ഒരു ഉപ്പേരി ഏറ്റവും ഉണ്ടാക്കുന്നത്, ഇത് മമ്പയറും മുതിരയും കൂടിയിട്ട് ഇത് കുറച്ചു നേരം ഞാൻ വെള്ളത്തിലിട്ട് വെച്ചതാണ്, കഴുകി. ഇനി ഇത് ഈ കുക്കറിലേക്ക് ആക്കാം. ചെമ്മീന്തേലും മുതിരപ്പയർ ഉപ്പേരി. അല്ല, മുതിര ഇപ്പൊ കഴിക്കണം. എന്താ വെച്ചാ മുതിര നല്ലതല്ല. ഈ തണുപ്പ് കാലത്തല്ലേ മുതിര അധികം കഴിക്കാം. മുതിര ചൂടാണെന്നാ പറയാ. അപ്പൊ കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് വേവിക്കുക കേട്ടോ. ഒരു 5-6 വിസിൽ വരണം കേട്ടോ, എന്നാലേ നല്ല മയം വരുള്ളൂ. രണ്ടൊരു വേവന്നെ. മുതിര നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് വറുത്തിടാം. സിമ്പിളാണ്, ഇതിലൊന്നുമില്ല. കടുകും മുളകും കുറച്ച് മുളക് ചതച്ചതും അത്ര ഇട്ടിട്ട് എന്താണ് ഇത് അതിലിട്ട് വഴറ്റി, അത്രേ ഉള്ളൂ. കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്, 2 മുളക്, കരിവേപ്പിൻ്റെ ഇല, ഇതില് ഉള്ളി ഒക്കെ ചതച്ച് കേട്ടോ. ഞാനിപ്പോ അതൊന്നും ചെയ്യുന്നില്ല, വളരെ സിമ്പിൾ ആയിട്ടാണ് ചെയ്യുന്നത്. നാളികേരം ഇടാം, കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇടുന്നുണ്ട്. നാളികേരം ചെറുകിയതും നാളികേരം ചെറുകിയതും ഇടാം. സ്വപ്നം ഗീതം സ്ഥിരം സ്കൂളിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഉപ്പേരി, അവർക്ക് നല്ല ഇഷ്ടമായിരുന്നു. എന്താ പറയാ, വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഓഫ് ചെയ്യണ്. ചെമ്മീന്തിയിലും മുതിരപ്പയർ ഉപ്പേരി അല്ലേ, മുതിരയും മൺപയറും കൂടിയിട്ട് നല്ല ചൂടുള്ള ചോറ്, നല്ല ചെമ്മീൻ തീയൽ ശരിക്കും നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. നല്ല സ്മെല്ലും ഉണ്ട്. പിന്നെ മുതിരയും പയറും കൂടി പെരി, ചെറിയൊരു മാങ്ങാച്ചാറും. അച്ചാറെന്ന് പറയാൻ പറ്റില്ല, മാങ്ങാക്കറി. ഇതാണ് കേട്ടോ ഇന്നത്തെ ലഞ്ച്. അപ്പൊ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം പറയാ. ഇതൊന്ന് കഴിച്ചു നോക്കട്ടെ.
കാണുമ്പോ അടിപൊളിയായിട്ടുണ്ട്. ഇനി കഴിക്കുമ്പോ ഞാൻ പറയാം എന്റെ. ഇതൊരു 2 ദിവസമൊക്കെ കേടുകൂടാതെ ഇരിക്കും കേട്ടോ. എന്താ വെച്ചാൽ നമ്മള് നന്നായി വഴറ്റി ഉണ്ടാക്കിയതല്ലേ, അതുകൊണ്ട് ചപ്പാത്തിക്കൊക്കെ നല്ല സാധനം ഉണ്ടാവും. ഗ്രേവിയില്ലല്ലോ. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇത് ഈ മത്സ്യ കൂട്ടാനും ഇതും ചോറും മാത്രം മതി. നല്ല കുത്തരി ചോറുമാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം പറയാ, ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ, ബൈ.